മക്കളെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചോദിച്ച ഒരു ക്വസ്റ്റൻ ഉണ്ട് നീറ്റ് എക്സാമിന്. എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദി ടെർമിനൽ വോൾട്ടേജ് ഓഫ് ദി ബാറ്ററി whose EMF is 10 volt. EMF തന്നു 10 volt and internal resistance 1 ohm. When connected through an external resistance of 4 ohm as shown in the figure. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ ചോദിച്ചത്. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടാൻ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് വി എന്ന് പേര് കൊടുക്കാം. ഇ മൈനസ് ഐ ആർ, ഇതാണ് ഒരു വഴി. ഇ എന്ന് പറഞ്ഞാൽ ഇ എം എഫ്, ഐ എന്ന് പറഞ്ഞാൽ കറണ്ട്, ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്, ഇന്റേണൽ റെസിസ്റ്റൻസ്, സ്മോൾ ലെറ്റർ ആർ. ഇതല്ലെങ്കിൽ പിന്നൊരു എക്സ്പ്രഷനും കൂടെ ഉണ്ട്, ഇ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ. ഇങ്ങനെ രണ്ട് എക്സ്പ്രഷൻ ഉണ്ട് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതിൽ നമുക്ക് രണ്ടാമത്തെ എക്സ്പ്രഷൻ ആയിരിക്കും എളുപ്പം, കാരണം കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് വെച്ച് ചെയ്യാൻ. അപ്പൊ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇ എം എഫ് എത്രയാ? 10 വോൾട്ട്. പുറത്ത് കണക്ട് ചെയ്തത് എത്രയാ? 4 വോൾട്ട് അല്ലേ, 4 ഓം റെസിസ്റ്റൻസ് അല്ലേ കണക്ട് ചെയ്തത്, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്, അതാണ് ക്യാപിറ്റൽ ലെറ്റർ ആർ. ഇന്റേണൽ റെസിസ്റ്റൻസ് 1 ഓം, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 4 ഓം, താഴെ 4+1 വരും. റെഡി അല്ലേ? നോക്ക്. അപ്പൊ മുകളിൽ എത്രയാളുള്ളത്? 40, താഴെ എത്രയാളുള്ളത്? 5. 40/5 എത്രയാ? 8 വോൾട്ട് ആണ് നമുക്ക് ആൻസർ കിട്ടുക. 8 വോൾട്ട്. റെഡി അല്ലേ? ഓപ്ഷൻസിൽ നോക്ക്. 8 വോൾട്ട് ഓപ്ഷൻ 3, അതാണ് നമ്മുടെ ആൻസർ.